ഇനി പാലക്കാട്ടെ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. ഗോകുൽ വി എസ് ആണ് അവിടെ നിന്ന് ചേരുന്നത്. ഗോകുൽ, പാലക്കാട്ടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ മഴ പല ജില്ലകളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ കുറവാണ്. പാലക്കാട് സാഹചര്യം എങ്ങനെയാണ് ഗോകുൽ? പാലക്കാട് മഴ അല്പം കുറവുണ്ട്, അല്പം ഒരു ആശ്വാസം ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. രാത്രി മഴ പെയ്തിരുന്നു, പക്ഷേ പാലക്കാട് ഒരു ആശ്വാസം എന്ന് പറയാൻ ശക്തമായ മഴ പെയ്താൽ പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ ഒരു ഇടവേള ലഭിച്ചതിന് ശേഷമാണ് അടുത്ത മഴയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വെള്ളം ഒന്ന് ഇറങ്ങാനൊക്കെ തന്നെ അത് സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടത് ഗായത്രി പുഴയിൽ വലിയ രീതിയിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പക്ഷേ അവിടെയും ഇപ്പോൾ മറ്റാശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒറ്റപ്പാലം മേഖലയിൽ വിവിധ ഇടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ട്. അതിന് പ്രധാനമായ കാരണം അവിടെ പല മേഖലകളിലും ഇപ്പോൾ വരവോട് പോലുള്ള മേഖലകളിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരത്തേക്ക് പോകുന്ന പല വഴികളിലൊക്കെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡുകളിൽ വെള്ളക്കെട്ടുകളുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ രാത്രിയൊക്കെ തന്നെ ഒരു 3 മണി 3:30 കൂടി തന്നെ ശക്തമായ മഴ ജില്ലയിൽ പരക്കെ ലഭിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതില്ല. ഏതായാലും നിലവിൽ ലഭിച്ച വിവരം അനുസരിച്ച് അത്തരത്തിലുള്ള മേഖലകളിലൊന്നും തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരും മണിക്കൂറുകളിലോ വരും നിമിഷത്തിലോ ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. വിനോദസഞ്ചാര മേഖലയിലേക്ക് പൂർണ്ണമായും തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. പ്രധാനമായും നെല്ലിയാമ്പതി പോലുള്ള മേഖലകളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. വെള്ളച്ചാട്ടം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിലേക്കൊന്നും തന്നെ ഇപ്പോൾ പ്രവേശനാനുമതിയില്ല. നെല്ലിയാമ്പതി മേഖലയിലുള്ളവർ, ആ പ്രദേശത്തുള്ളവരാണെങ്കിൽ കൂടി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള മണ്ണിടിച്ചിൽ പോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ഒരു ആശ്വാസമുണ്ട്. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ്. റെഡ് അലർട്ട് ആണെങ്കിൽ കൂടി ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി 1-2 മണിക്കൂറായി മഴ നഗരപ്രദേശങ്ങളിൽ മാറി നിൽക്കുകയാണ്. അതേസമയം തന്നെ ഒറ്റപ്പാലത്തെ ചില മേഖലകളിൽ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലങ്കോട് നെല്ലിയാമ്പതി മേഖലകളിലും ചില മേഖലകളിൽ മഴ പെയ്തിരുന്നു. പക്ഷേ പൊതുവെ ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഉള്ളത്. പക്ഷേ എപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മഴ വീണ്ടും ശക്തമാകാം എന്നുള്ളൊരു സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ല ഉള്ളത്.